നമസ്കാരം. ലൈഫ് ജേണലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധിപുരാണം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്ന അണിയറ പ്രവർത്തകരാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വിശ്വാസം നല്ലതാണ്, പക്ഷേ അന്ധവിശ്വാസമായാലും അന്ധവിശ്വാസം കൊണ്ട് പൊറുതിമുട്ടിയ സുധീഷ് രവീന്ദ്രൻ എന്ന ചെറുപ്പക്കാരന്റെ ജീവിതമാണ് സുധിപുരാണം എന്ന സിനിമയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രശസ്ത സംവിധായകനായ SS ജിഷ്ണുദേവ് സംവിധാനം നിർവഹിച്ച ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് FGFM, ഫെഡറേഷൻ ഓഫ് ഗ്ലോബൽ ഫിലിം മേക്കേഴ്സ് എന്ന അസോസിയേഷൻ. അപ്പോൾ നമ്മൾക്ക് അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം. അപ്പോൾ ഈ അന്ധവിശ്വാസമാണല്ലോ സിനിമയുടെ മെയിൻ പ്ലോട്ട്. അപ്പോൾ ഇങ്ങനൊരു സിനിമ പുറത്തിറങ്ങുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള വെല്ലുവിളികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടോ? അന്ധവിശ്വാസമാണ് ഇപ്പോൾ പറയുന്നത്, അതിനെതിരെ ചിലപ്പോൾ എതിർക്കുന്നവരുണ്ടാവാം, നല്ലത് പറയുന്നവരുണ്ടാവാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമുള്ള വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചായിട്ട് നേരിട്ടിട്ടില്ല. എന്നാലും നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പൊ അന്ധവിശ്വാസങ്ങളാണ് നമ്മൾ പ്രത്യേകിച്ച് കേരളീയരുടെ അടുത്ത് കൂടുതലുള്ളത്. അപ്പൊ അവരിൽ ഒന്നെങ്കിലും മാറ്റം വരണം എന്നുള്ള ഒരു പ്രക്രിയയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ ഡയറക്ടർ സാർ ഈ ഒരു സംരംഭം എടുത്തത്. എനിക്ക് തോന്നുന്നു ഈ FGFM അല്ലേ? അതെ, അത് അതിന്റെ ആദ്യമായിട്ട് പുറത്തിറങ്ങുന്ന ഒരു സിനിമയാണ്. FGFM എന്ന് പറയുന്നത് ഫെഡറേഷൻ ഓഫ് ഗ്ലോബൽ ഫിലിം മേക്കേഴ്സ്. അപ്പൊ നമ്മളിതില് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. അപ്പൊ ഇതില് തിരുവനന്തപുരം ജില്ലയെ കുറച്ച് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മൾ ഇത് നേരത്തെ ഒരു ഫിലിം നമ്മൾ എടുത്തു, പക്ഷെ അത് പകുതി വഴിക്ക് ആയിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് ഈ FGFM എന്ന് പറയുന്ന സംഘടന ഒരു സിനിമ പൂർത്തിയാക്കി അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ്. അത് ഈ സുധിപുരാണം എന്ന സിനിമയാണ്. അപ്പൊ അത് വളരെ ഒരു ജനങ്ങളിലേക്ക് ഇന്നത്തെ നമ്മുടെ ചീഞ്ഞു നാറിയ ഈ അന്ധവിശ്വാസങ്ങൾക്ക് എതിരായി, പ്രത്യേകിച്ച് നമ്മൾ ഈ കാലഘട്ടത്തിന് അത് വളരെ അനിവാര്യമായ ഒരു സന്ദേശമാണ് ഈ സിനിമ നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് ഏകദേശം ഈ സിനിമ എടുക്കാൻ വേണ്ടി പല പ്രതികൂലമായ കാലാവസ്ഥയും തരണം ചെയ്തുകൊണ്ട് ഇതിന്റെ അണിയറ പ്രവർത്തകരും പ്രത്യേകിച്ച് ഇതിന്റെ സംവിധായകൻ പ്രതികൂല സാഹചര്യങ്ങൾ ഏകദേശം ഒരു 1.5 വർഷം ഈ സിനിമ പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയിട്ടുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ ഈ പൊതുവെ സിനിമാ മേഖലയിൽ സിനിമകൾ കുറച്ചിങ്ങനെ മുന്നോട്ട് പോകുന്നത് കാലതാമസം വരുന്ന എന്തെങ്കിലുമൊക്കെ ആഭ്യന്തര പ്രശ്നങ്ങളോ അതിലുണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, അത് അങ്ങനെയല്ല. അത് ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള ഓരോ ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരും. പക്ഷെ അവിടെയൊക്കെ ഈ ഡയറക്ടർ നമ്മളോട് സഹകരിച്ച് നിന്നിട്ടുണ്ട്. ചേട്ടാ, വേറെ മുൻപ് സിനിമകള് ഞാൻ നേരത്തെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. സീരിയലിന് അഭിനയിച്ചിട്ടുണ്ട്. ശ്രദ്ധേയമായ ഒരു സീരിയലിൽ ഞാൻ പാവസരം ഡോക്ടർ ജനാർദ്ദന സാറിന്റെ, അത് നമ്മുടെ ഈ സീരിയൽ പരമ്പരയിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയ ഒരു പരമ്പരയായിരുന്നു. സീരിയലായിരുന്നു പാദസരം എന്ന്. പല ഡയറക്ടർ ഡോക്ടർ ജനാർദ്ദൻ എൻ്റെ ഒരു സുഹൃത്താണ്, സഹപാഠിയാണ്. അപ്പൊ പുള്ളിയുടെ സീരിയലിൽ എനിക്ക് നല്ലൊരു വേഷം അതിലുണ്ടായിരുന്നു. അതിൽ ഞാനൊരു ബ്രോക്കർ വേഷം, നീലാംബരം. അപ്പൊ അത് ചെയ്തു. അതുപോലെ തന്നെ സമൂഹം എന്ന് പറയുന്ന ഒരു സീരിയലുണ്ട്. ഇത് നമ്മുടെ സുധീഷ് ശങ്കർ സാറ്, അത് നമ്മുടെ മറ്റേ ദിലീപ് സാറിനെ വെച്ച് നടൻ ദിലീപിനെ കൊണ്ട് അഭിനയിപ്പിച്ച വില്ലാളി വീരൻ, ആ സിനിമയുടെ ഡയറക്ടറാണ് സുധീഷ് ശങ്കർ. അദ്ദേഹത്തിന്റെ സമൂഹം സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി സിനിമകള്, ചെറിയ വേഷങ്ങൾ, സിനിമ ഗോൾമാൻ, ഗോൾമാൻ, പിന്നെ താണ്ഡവം, പിന്നെ അതുപോലെ നീ വരും. ചെറുപ്പത്തിലെ ഒരു 10-30 വർഷം കൂടി ഇതിന്റെ പിറകെ നടക്കുകയാണ്. പക്ഷെ ഞാൻ ശരിക്കും സംതൃപ്തനായത് ഈ ഒരു സിനിമ സുധിപുരാണം എന്ന് പറയുന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. അച്ഛൻ കഥാപാത്രം അത് എത്രത്തോളം ഭംഗിയായി എന്നുള്ളത് കാണുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാനത് സംവിധായകന്റെ ഒരു ഭാവനയിൽ കണ്ടത്, സംവിധായകൻ ഉപദേശിച്ചത്, അതുപോലെ അപ്പടി പകർത്തിയെന്നേ ഉള്ളൂ. അത് ഞാൻ എത്രത്തോളം വിജയിച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. എന്തൊക്കെ സേവനങ്ങളാണ് ഈ ഒരു അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾക്ക് ചെയ്യാൻ കഴിഞ്ഞത്?
മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഈ കലാപരമായ രീതിയിലുള്ള പുതുതലമുറയെ നമ്മൾ ഈ സംഘടനയിൽ കൂടി വളർത്തി അവരെ കൊണ്ടുവരികയും അവരെ ഈ സമൂഹത്തിൽ പരിചയപ്പെടുത്താനുള്ള ഒരു സമഫലമായും കൂടിയാണ് ഈ സംഘടന നമ്മൾ രൂപീകരിച്ചത്. പ്രത്യേകിച്ച് അഭിനയ രംഗത്ത് മികവുറ്റ കഴിവുള്ള ആളുകളെ കൊണ്ടുവരിക, മുൻനിരയിലേക്ക് കൊണ്ടുവരിക. നമ്മൾ എത്ര ദുരിതം അനുഭവിച്ചാൽ തന്നെയും വളരെ ത്യാഗം ചെയ്ത് നമ്മൾ ഈ ചില ചെറിയ ചെറിയ സിനിമകൾ നിർമ്മിച്ച് ഇത്തരം കലാകാരന്മാരെ വാർത്തെടുത്ത് നമ്മുടെ കേരള സമൂഹത്തെ അവരുടെ മുന്നിൽ അവതരിപ്പിച്ച് അവർക്ക് വേണ്ട അവരുടെ കഴിവിനെ വളർത്തിയെടുക്കുക. അപ്പം അത് ഇപ്പോഴേ ഏകദേശം ഈ ഒരു സിനിമ ഇറങ്ങിയോടി നമ്മളെ FGF എന്ന് പറയുന്ന സംഘടന തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിലൂടെ നമുക്ക് ഒരു നല്ല കലാരംഗത്ത് നമുക്ക് മികവുറ്റ സംഭാവനകൾ ചെയ്യാൻ കഴിയുമെന്ന് നമ്മളെ പ്രത്യാശിക്കുകയാണ്. അതുപോലെ സുധിപുരാണം എന്ന സിനിമയിലെ നായക കഥാപാത്രത്തിന്റെ അമ്മയായിട്ട് അഭിനയിച്ച ശ്രീമതി അനിത ചേച്ചി ആദ്യമായിട്ടാണ് തോന്നുന്നു അല്ലേ അഭിനയ രംഗത്തേക്ക്? അതെ, ആദ്യമായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പൊ ഈ റീൽസിലൊക്കെ മുൻപ് അഭിനയിച്ചിട്ടുള്ള പരിചയം കണ്ടിട്ടുണ്ട്? അതെ, റീൽസിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു പരിചയം മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ ഞാൻ ഇതുവരെ സിനിമയിലോ സീരിയലിലോ ഷോർട്ട് ഫിലിമിലോ ഒന്നിലും അഭിനയിച്ചിട്ടില്ല. അതിന്റേതായ ടെൻഷൻ ഉണ്ടായിരുന്നു? ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് അഭിനയിക്കാനൊന്നും അറിയത്തില്ല. അപ്പം അത് എങ്ങനെയായിരിക്കും. അതുപോലെ ഈ സിനിമയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്? ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ റീൽസ് ചെയ്യുന്നത് പോലെയല്ല സിനിമയിൽ അഭിനയിക്കുന്നത്. ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ വിചാരിക്കും റീൽസ് ചെയ്യുന്നത്, അപ്പോൾ അതുപോലെ നമുക്ക് ഒത്തിരി എളുപ്പമായിരിക്കും സിനിമയിൽ അഭിനയിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇത് രണ്ടും ഒത്തിരി ഡിഫറൻസ് ആണ്. ഒരു ആക്ഷനും കട്ടിന്റെ ഇടയിൽ മറ്റാകുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് റീൽസ് ഒക്കെ ചെയ്യുന്നത്. കുറച്ച് ഒരു അത് മാത്രമല്ല, ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയിൽ തന്നെ സ്വന്തം ഭർത്താവ് തന്നെയാണ് ഭർത്താവായിട്ട് വരുന്നത് അല്ലേ? സിനിമയിലും ജീവിതത്തിലും അല്ലേ ആദ്യമായിട്ട്? അതെങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു? വീട്ടിൽ ഉള്ളതുപോലെ തന്നെയാണോ സിനിമയിലും? കുറച്ചൊക്കെ അങ്ങനെ തന്നെ. ശരിക്കും നിങ്ങൾ ഈ കലാപ്രവർത്തനം ഉണ്ടെങ്കിൽ കൂടിയും ഓരോ ജോലികൾ നോക്കുന്നവരും കൂടിയാണ് അല്ലേ? ചേച്ചി ഞാൻ കോപ്പറേറ്റീവ് ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. ചേട്ടൻ? എനിക്ക് ബിസിനസ്സാണ്. എനിക്ക് ഡെക്കറേഷൻ ഉണ്ട്. ഇതിനിടയിലൊക്കെ ഇതിനിടയിൽ നിന്ന് നമ്മൾ സമയം കണ്ടെത്തി അതെ അതൊരു ആത്മസംതൃപ്തിയാണ്. കാരണം നമ്മളെ കാര്യം മാത്രമല്ല, നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് ആളുകൾക്ക് കൂടി അതൊരു നമ്മളെ ഈ ഒരു നല്ലൊരു കലാപ്രവർത്തനം, കാരണം മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ ചെയ്യുമ്പോൾ. ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ മനുഷ്യത്വമുള്ളവനായിരിക്കണം. അപ്പോൾ അത് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു നല്ലൊരു കലാകാരനെ നല്ലൊരു മനുഷ്യനാവാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇനി സുധിപുരാണം എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സുധീഷ് രവീന്ദ്രൻ എന്ന അന്ധവിശ്വാസത്തിന് അടിമയായ യുവാവിനെ അവതരിപ്പിച്ച അഭിഷേക് ശ്രീകുമാറിലെ അഭിഷേക് എന്തൊക്കെയായിരുന്നു സിനിമയുടെ എക്സ്പീരിയൻസ്? സിനിമയിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൻ്റെ മൂന്നാമത്തെ സിനിമയാണ് സുധിപുരാണം. ഈ 3 സിനിമയും SS വിഷ്ണുദേവ് ചേട്ടൻ്റെ കൂടെ തന്നെയാണ് വർക്ക് ചെയ്തത്. ആദ്യ സിനിമ എന്ന് സാക്ഷാൽ ദൈവം, അതിൽ ഞാനും ഒരു ചെറിയ റോൾ അഭിനയിച്ചിട്ടുണ്ട്. ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണ്. രണ്ടാമത് പാരനോർമൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്, അതിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഇത് മൂന്നാമത്തെ സിനിമയാണ് സുധിപുരാണം. ഞാൻ കൂടെയാണ് ഈ 3 സിനിമയും ചെയ്തത്. ഞാൻ സത്യത്തിൽ നാടകം, കൊച്ചിലെ മുതൽ നാടകം, മോണോ ആക്ട്, അങ്ങനെ ആ ഒരു സ്റ്റേജ് പാട്ട് അങ്ങനെയില്ല. ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടിയ ഒരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിട്ടുണ്ട്. യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെയാണല്ലേ? അതെ അതെ അതെ. കൃഷ്ണന് പണ്ട് ഇവിടെ നമ്മളെ കോവിലൊക്കെ കൃഷ്ണന്റെ വേഷം കിട്ടിയിട്ടുണ്ടായിരുന്നു, ഡാൻസ്. അല്ല അല്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ഷോർട്ട് ഫിലിം, നൊമ്പരമഴ എന്നാണ് ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര്. ആ ഷോർട്ട് ഫിലിം വഴിയാണ് ജിഷേനെ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് ഇന്ന് സാക്ഷാൽ ദൈവവും പാരനോർമൽ പ്രോജക്റ്റും സുധിപുരാണം ഈ സിനിമയിൽ വരെ വന്നെത്തിയിരിക്കുന്നത്. SS വിഷ്ണുദേവിന്റെ കാര്യം പറയുമ്പോൾ പുള്ളി വളരെ വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ ചെയ്യുന്ന സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ ഷോർട്ട് ഫിലിം, എഴുത്ത്, ഗാനരചന, ക്യാമറ എഡിറ്റിംഗ് എല്ലാം ഒരു സർവകലാവല്ലഭനാണ്. അതിൽ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളെന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് വേണമെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ചേരുവകളുള്ള സിനിമകളൊക്കെ എടുത്ത് ആദ്യമേ ചെയ്യാം. പക്ഷെ എല്ലാം ഒരു ക്ലാസ് മോഡൽ ഫിലിമാണ് അദ്ദേഹം ചെയ്തത്. എല്ലാം വെറൈറ്റികളുമാണ്. എന്തെങ്കിലും ഒരു പ്രത്യേകത ഒരു സിനിമയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം എല്ലാവരും കൊമേഴ്ഷ്യൽ ആ ഒരു എന്താ
പ്രശസ്തിക്ക് വേണ്ടി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും സിനിമയിൽ എന്തെങ്കിലും പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നൊരു ഡയറക്ടറാണ്. പാരനോർമൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ സിനിമ ഇംഗ്ലീഷ് സിനിമയിലാണ്. അതുപോലെ പിന്നെ ജിഷ സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ട് അമാനുഡ, അത് തമിഴാണ്. തമിഴിൽ ആദ്യത്തെ ഫൗണ്ട് ഫുട്ടേജ് ആണ്. അപ്പൊ അതുപോലെ ഇതിൽ എന്ത് വ്യത്യസ്തതയാണ് അഭിഷേകിന് തോന്നിയത് ഈ സിനിമയിൽ? ഈ കഥാപാത്രത്തിനോടും ഈ സിനിമയോടും എന്ത് വ്യത്യസ്തതയാണ്? എൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു കോമഡി മാത്രമല്ല, ഇത് ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് അതെ പല നമുക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ്, ഈ ഇപ്പോഴത്തെ കാലത്തായാലും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സബ്ജക്റ്റാണ് ശുദ്ധപരടുത്ത് നമ്മൾ പറയുന്നത്. ഈ അന്ധവിശ്വാസമായപ്പോലും വിശ്വാസം എപ്പോഴും നല്ലതാണ്. അത് വേറൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോഴാണ് അതിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അന്ധവിശ്വാസം, ഇപ്പോൾ ഈ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു വിശ്വാസം കാരണം പലർക്കും പല ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ആ സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വിശ്വാസം ഒരു അന്ധവിശ്വാസം എന്ന രീതിയിലോട്ട് മാറുന്നത്. അങ്ങനെ ഇപ്പം ജിഷ്ണുദേവ് ചേട്ടനാണെങ്കിൽ നമ്മൾ ഈ സിനിമയിൽ നമുക്ക് പല ഘട്ടങ്ങളിലും പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം വളരെ ശക്തമായിട്ട് സിനിമ മുന്നോട്ട് കൊണ്ടുപോകണം, സിനിമ ഇറക്കണം, നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാണ് ഇതിനെ ആഗ്രഹിച്ചതും നമ്മൾ അതിനായിട്ട് പ്രയത്നിച്ചതല്ല. പല ഘട്ടങ്ങളിലും പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം വളരെ ഒത്തൊരുമയോടെ നമ്മൾ നിന്നുകൊണ്ട് മാത്രമാണ് ഈ സിനിമ നമുക്ക് വിജയിക്കാൻ സാധിച്ചത്. അല്ല പല സമയത്തും അങ്ങനെയല്ല, പല സമയത്തും പല രീതിയിലുള്ള ഇന്റേണൽ ഇഷ്യൂസും അങ്ങനെ പല ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ഒരുമിച്ച് തന്നെ നിന്ന് സോൾവ് ചെയ്ത് മുന്നോട്ട് പോയത് കൊണ്ടാണ് നമുക്ക് ഈ സിനിമ ഇതുവരെ എത്തിക്കാൻ സാധിച്ചതും. നമ്മൾ നെയ്യാറ്റിൻകര JC ഡാനിയൽ ഓപ്പൺ തിയേറ്ററിൽ ഒരു പ്രീമിയർ ഷോ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ OTT റിലീസായി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലും വളരെ വ്യത്യസ്തമായ, ഇപ്പം നമുക്ക് സിനിമ കണ്ടാലേ പറയാൻ പറ്റൂ, അതുകൊണ്ട് പറയുന്നില്ല, വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഈ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നതും നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു തോട്ടിനെ കുറച്ച് കൊമേഴ്സ്യൽ ചേരുവകളും കോമഡിയും റൊമാൻസും എന്നാൽ കുറച്ച് എല്ലാ ചേരുവകളും ഉണ്ട് ഈ സിനിമയിൽ. സിനിമയിൽ കോമഡി ആയാലും റൊമാൻസ് ആയാലും സീരിയസിലോട്ട് നല്ല സീരിയസ് ആയിട്ടുള്ള ഇതുണ്ട്, ഹൊറർ എലമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ പല ജേണൽ 2 മണിക്കൂർ വളരെ എൻ്റർടൈനിങ് ആയിട്ട് തന്നെ പോകുന്നൊരു സിനിമയാണ്. പക്ഷേ 2 മണിക്കൂറുള്ള സിനിമയാണെങ്കിൽ ഇതിന്റെ പിന്നിൽ കുറേ വർഷത്തെ പ്രയത്നം അല്ലേ, നല്ല ടൈം എടുത്ത് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ ചെയ്ത സിനിമയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു നിർമ്മാണ ചെലവ്, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംഘടനയുടെ ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങൾ, അപ്പൊ അതൊക്കെ എങ്ങനെ നോക്കിക്കാണും? അതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഞങ്ങളുടെ ഈ സംഘടന ഒരു സിനിമ എടുക്കണമെന്ന് എല്ലാവരുടെയും കാര്യം, എല്ലാവർക്കും സിനിമയിൽ വരണമെന്നുള്ള ഒരു ഇതുണ്ട്. നമ്മുടെ ഈ സംഘടന എന്ന് പറയുന്നത് ഒരു കലാ സാംസ്കാരിക സംഘടനയാണ്. അതിൽ നിന്ന് ആൾക്കാർ വ്യത്യസ്തമായിട്ട് ഓരോരുത്തരുടെ പ്രതിഭകൾ ഇതിലോട്ട് വന്ന് വളർന്ന് അവസാനം വന്ന് എത്തുന്ന സിനിമയിലാണ്. അപ്പോൾ എല്ലാവർക്കും അതിലോട്ട് പോകുന്നതിലൊക്കെ ഒരു താല്പര്യം വന്ന് അങ്ങനെ വന്നപ്പോഴാണ് പറഞ്ഞ് നമുക്കൊരു സിനിമ എടുക്കണമെന്ന് എല്ലാവരും കൂടെ ആലോചിച്ച്. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഡയറക്ടർ സാറുമായിട്ട് പരിചയപ്പെടാനുള്ള സാഹചര്യം വന്നു. അപ്പം പുള്ളി പറഞ്ഞ് അങ്ങനെയൊക്കെ ഞാൻ നിങ്ങളുടെ ആഗ്രഹം മാനിച്ച് ഞാൻ കുറഞ്ഞ ബഡ്ജറ്റിൽ ഞാൻ ഒരു സിനിമ എടുത്തു തരാം. അങ്ങനെയാണ് പുള്ളി സമ്മതിക്കുകയും അതെ അങ്ങനെ കുറഞ്ഞ ചിലവിൽ ഒരു സിനിമ എടുത്ത് ആ സിനിമയാണ് ഇതിലേക്ക് ഇങ്ങനെ വന്നത്. ഏത് അത് നമ്മൾ വേറൊരു സുഹൃത്തുമായിട്ടുള്ള ഇതിലാണ് അങ്ങനെ വരുന്നത്. അങ്ങനെ വന്നു, അങ്ങനെ പരിചയപ്പെടുന്നു. അതിൻ്റെ പേരിലാണ് നമ്മൾ ഈ കുറഞ്ഞ ബഡ്ജറ്റിലെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സമ്മതമായി. അപ്പോൾ ആ രീതിയിൽ പുള്ളി പറഞ്ഞ് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനെ മാനിച്ച് ഞാനെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്യാം. പക്ഷേ ഈ എമൗണ്ടിൽ ചെയ്യാൻ പറ്റില്ല, എന്നാലും നിങ്ങളുടെ ഇത് മാനിച്ച് ഞാനും കൂടെ സഹകരിച്ച് നിങ്ങളോട് സഹകരിക്കാം എന്ന് പറഞ്ഞപ്പോഴേ എല്ലാവർക്കും സമ്മതമാണ്. അങ്ങനെ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി പുള്ളിയെ തന്നെ അതിൽ സംവിധാനം ചുമതലപ്പെടുത്തി. ഈ സംഘടനയുടെ പ്രസിഡന്റ് അല്ലേ ചേട്ടൻ? FGFM സംഘടനയുടെ തിരുവനന്തപുരം ജില്ലയിലെ പ്രസിഡന്റാണ് ഷൈലൻ തിമത്യൂസ്. അപ്പോൾ പിന്നെ നല്ല സംതൃപ്തിയാണ്. അതെ പിന്നെ നല്ല രീതിയിൽ നമ്മളുടെ നല്ല രീതിയിലും ഡയറക്ടർ സാറും ബാക്കിയുള്ളവരെല്ലാവരും സഹകരിച്ചു. ഇതിൽ വന്നവരെല്ലാവരും ഒരു റിബൽ പോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹകരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴെങ്കിലും ഈ പുറത്ത് ഇറങ്ങാൻ കഴിഞ്ഞത്. അപ്പോൾ കുറേ രസകരമായ നിമിഷങ്ങൾ ഉണ്ടായിരുന്നല്ലേ സിനിമയുമായി ബന്ധപ്പെട്ട്? എന്തെങ്കിലും ഓർമ്മയിലുണ്ടാവുന്ന ഏതെങ്കിലും രസകരമായ നിമിഷങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടോ?
തമാശകളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലുള്ള സിനിമയിൽ തന്നെ ഓരോ കോമഡികൾ അതൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ഇതിൽ എന്ന് വെച്ചാൽ അതെയാണ് അതിൽ എനിക്ക് ഞാനൊരു കോമഡി ആക്ടർ വല്ലെയാണ് ഫസ്റ്റിൽ തുടങ്ങി വരുന്നത്. അപ്പോഴേ അതിൽ എനിക്ക് അനുഭവം ഒരു തേങ്ങ എടുത്തുകൊണ്ട് ഓടാൻ പറയും. അങ്ങനെ നമ്മൾ ഇതിൽ തെറ്റിക്കുന്ന അങ്ങനെ വരുമ്പോഴേ അതൊക്കെ നമ്മൾ കൂടെ വന്നിരുന്നിട്ട് വീട്ടിലിരുന്ന് ഓർമ്മിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ബാക്കിയുള്ളവരുടെ സംസാരിക്കുക അത് ചെയ്യും. പിന്നെ വേറെ ഒന്നെന്ന് വെച്ചാൽ എൻ്റെയും ഭാര്യ ഇതിൽ അഭിനയിക്കുന്നുണ്ട്. അതും എൻ്റെ ഭാര്യയായിട്ടാണ്. അതിലും എൻ്റെ ഭാര്യയായിട്ടാണ് എൻ്റെ ഭാര്യ. സംഘടനയിലുള്ളവരാണ്. സംഘടനയിൽ ഇവരെല്ലാവരും സാധാരണ അതെയല്ല സംഘടനയിലുള്ള പുറത്തുള്ളവരെ ഇല്ല ഇതിൽ. അപ്പോൾ അതെയാണ് അവരുള്ളവർ ഇല്ലാത്തവരെ മെമ്പർഷിപ്പ് കൊടുത്ത് ഇതിലോട്ട് കയറ്റി എല്ലാവരും ഇങ്ങനെ. അപ്പൊ ഇതിൽ പുതുതായിട്ട് ഒരു കലാകാരന് ചേരണമെങ്കിൽ മെമ്പർഷിപ്പ് അവർക്ക് ഇതിലായിട്ട് വരാൻ പറ്റും. മെമ്പർഷിപ്പ് വെച്ചാൽ 250 രൂപ. പക്ഷേ ഇതിൽ അല്ലാതെ നമ്മൾ ഇത് ഒരു സിനിമ എടുക്കണം എന്നുള്ള ഒരു തോന്നലുള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ വർഷം എത്ര വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ അവർ വരുമ്പോൾ അവർക്കൊക്കെ നമുക്ക് നിസ്സാര ഇതാണ് വരുന്നത്. നായകൻ അഭിഷേക് അല്ലേ? അഭിഷേക് മകനായിട്ട് വന്നപ്പോൾ എങ്ങനെയായിരുന്നു അത്? സ്വന്തം മകനെ പോലുള്ള രീതിയിലുള്ള ഫീലിംഗ് തന്നെ ഉണ്ടായിരുന്ന അഭിനയ സമയത്ത്. എല്ലാ സമയത്തും നമുക്ക് അങ്ങനെയാണല്ലോ നമ്മൾ ആ ഒരു അച്ഛനും മകനും തമ്മിലുള്ള ഇത്, അമ്മയും മകനും തമ്മിലുള്ള അഭിഷേകിന് ഈ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ എന്തെങ്കിലും വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ? കാര്യം ഞാൻ ചോദിക്കാൻ കാര്യം വെല്ലുവിളി എന്നൊക്കെ പറയാൻ കാര്യം ഇതിൽ ഒരു ഘട്ടം കഴിയുമ്പം സാധാരണ ചെറുപ്പക്കാരന്റെ രീതിയിൽ നിന്ന് മാറുകയാണ്. കുറച്ചൊരു ഹാലൂസിനേഷന്റെ തലത്തിലേക്കൊക്കെ പോകുന്നുണ്ട് അല്ലേ? കാണാത്തത് കാണുന്നു, ചിന്തിക്കാത്തത് ചിന്തിക്കുന്നു. അപ്പോഴൊക്കെ ഒരു നമ്മൾ സാധാരണ നോർമൽ ആക്ടിങ് വിട്ട് വേറൊരു തലത്തിലേക്ക് ഒരു മെത്തേഡ് ആക്ടിങ്ങിന്റെ രീതിയിലൊക്കെ പോകേണ്ടതുണ്ടല്ലോ. അപ്പൊ അത് എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ ചെയ്ത 2 ക്യാരക്ടേഴ്സും കുറച്ചുകൂടെ സീരിയസ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഇപ്പം സാക്ഷരദൈവത്തിലൊരു നോർമൽ വലിയ കോമഡിയോ അങ്ങനെ ഒന്നൊരു നോർമൽ രീതിയിൽ പോകുന്ന ക്യാരക്ടറും, പാരനോർമൽ കുറച്ചും കൂടെ സീരിയസ് ഹൊറർ ഫിലിമാണ് പാരനോർമൽ പ്രോജക്റ്റ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സീരിയസ് ക്യാരക്ടറായിരുന്നു. ഇത് തികച്ചും അതെ ഇതിൽ ഈ ഒരു മറ്റ് 2 സിനിമയിൽ ഒരേ ലെവൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. സിനിമ സംവിധായകൻ അല്ലേ? സിനിമാ സംവിധായകനാവാൻ സ്വപ്നം കണ്ട് നടക്കുന്ന ചെറുപ്പക്കാരൻ ആഗ്രഹിച്ച് നടക്കുകയും പക്ഷേ ഈ ആഗ്രഹം ഒരു അന്ധവിശ്വാസത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്നൊരു തോട്ടിൽ പോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് പല ഭാവങ്ങളുണ്ട്. ഒരു പ്രതീക്ഷയുള്ള ഒരു ചെറുപ്പക്കാരൻ പിന്നീട് ഒരു പ്രണയത്തിലേക്ക് പോകുന്നുണ്ട്. ആ പ്രണയം അതിൻ്റെ അകത്തുള്ള കുറച്ച് ഇഷ്യൂസും അതൊക്കെ ഫുൾ ഒരു ഫണ്ണി എലമെന്റിലൂടെ പോകുന്ന സംഭവം. അതുകൊണ്ട് എല്ലാം അപ്പൊ ഇങ്ങനെ ഓരോ തലങ്ങളിലേക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞ പോലെ 2 സിനിമയും ഒരേ ലെവലിൽ ഒരു മീറ്റർ പിടിക്കുന്ന പോകുന്ന സ്ഥിതിക്ക് ഈ സിനിമ വരുമ്പോഴത്തേക്ക് പല പല ഭാഗങ്ങളിലോട്ട് പോകേണ്ടി വരും. ഇപ്പം കോമഡി, റൊമാൻസ്, ഹൊറർ എലമെൻസും അങ്ങനെ പല പല ഭാഗങ്ങളിൽ പോകുമ്പോഴത്തേക്കും അതെല്ലാം ചെയ്യുമ്പോൾ പക്ഷേ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടും അങ്ങനെ ചെയ്യണം. നമുക്ക് എൻജോയ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരായാലും ചേട്ടനായാലും ഭയങ്കരമായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഓരോ മൊമെൻറ്റ്സിലൂടെ കുറച്ച് ഇങ്ങനെ ചെയ്ത് നോക്കാം പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. കാരണം ഓരോ ലെവലിലോട്ട് നമ്മൾ കോമഡി ചെയ്യുമ്പോഴായാലും സീരിയസ് രീതിയിലുള്ള പെർഫോമൻസ് ആയാൽ പോലും എനിക്ക് കുറച്ചും കൂടെ ഒന്ന് വേറിട്ട് ചിന്തിക്കാനും വേറിട്ടൊന്ന് ശ്രമിച്ചു നോക്കാനുള്ള അവസരം ഈ സിനിമയിൽ കിട്ടി. അതെനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ജിഷ്ണു അഭിഷേകിനെ കൂടുതലും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ അഭിനയം ചൂഷണം ചെയ്തെടുക്കുന്നുണ്ടല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് നോർമലി ഒരു ഡയറക്ടറാണെങ്കിൽ നമ്മളിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ളത് കിട്ടി എങ്കിൽ ഓക്കെ പറയും. പക്ഷേ ജിഷ്ണുവിനെ സംബന്ധിച്ചിട്ട് അങ്ങനെയല്ല. ചേട്ടനാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ചെയ്ത് നോക്കി അവന് കുറച്ചുകൂടെ പറ്റും എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് വീണ്ടും ചെയ്യിച്ച് എൻ്റെ ഏത് കഥാപാത്രം ചെയ്യാനുള്ള കഴിവുണ്ട് അത് നമ്മൾ എന്തുണ്ടോ അത് മാക്സിമം എത്തിക്കാനായിട്ട് ശ്രമിക്കും. അത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. നമുക്കിപ്പം എല്ലാം അവൈലബിൾ ഓക്കെയാണ്, സമയവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ആ ക്യാരക്ടറിനെ ഏതുവരെ ചെയ്യാൻ പറ്റുന്നു ആ ലെവൽ വരെ ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഡയറക്ടറാണ് ജിഷ്ണു. ഇതിന്റെ ക്യാമറ വിഭാഗം കൈകാര്യം ചെയ്തിരിക്കുന്നത് എനിക്ക് ദിപിനും ജിഷ്ണുവും ആണ് ഒരുമിച്ച് പഠിച്ചവരാണ്. ദിപിൻ ചേട്ടൻ ഭയങ്കരമായിട്ട് നമ്മൾ ഈ ടീമിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തതാണ്. വേറെ വർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് നമ്മൾ ഈ ടൈമിനനുസരിച്ച് ചെയ്യേണ്ട വർക്ക് മാറ്റി വെച്ചിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ആളാണ് സിനിമാറ്റോഗ്രാഫി ദിപിൻ ചേട്ടൻ. എഡിറ്റിങ്ങും ക്യാമറയും സംവിധാനം എല്ലാം ജിഷ്ണുവായിരിക്കും. ക്യാമറ ദിപിൻ ചേട്ടനാണ്, എഡിറ്റിംഗ് ദിപിൻ. ദിപിൻ ചേട്ടന് നമുക്ക് ഒരു അവസരമായിരുന്നു. അവർ സുഹൃത്തുക്കളായതുകൊണ്ടായിരിക്കും. പിന്നെ ദിപിൻ ചേട്ടൻ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. കാരണം ഇതിൻ്റെ ക്യാമറാമാൻ എന്നുള്ളത് നമ്മൾ വളരെ അങ്ങ് ലയിച്ച്, കാരണം വളരെ സ്വാതന്ത്ര്യം നിന്നുണ്ട്.
ഫ്രണ്ട്ലി ആയിരുന്നു, ഭയങ്കര friendly ആയിരുന്നു. ഫ്രണ്ട്ലി ആയിരുന്നു എന്ന് മാത്രമല്ല സംവിധായകനെ പറ്റി പറയണമെങ്കിലും ഇവിടെ നായകനെ അങ്ങ് ഊറ്റി അദ്ദേഹത്തിൽ നിന്ന് എന്തെല്ലാം കിട്ടാമോ അതെല്ലാം എടുത്ത് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നന്നായി പെർഫോം ചെയ്തു ആര് അഭിഷേക്. അതിൻ്റെ ചേട്ടനിൽ നിന്നും അങ്ങനെയുള്ള അഭിനയത്തിന്റെ വശങ്ങൾ ചൂടിനെടുത്ത് കാണുമല്ലോ അല്ലേ? അല്ല, എന്നിൽ നിന്ന് അങ്ങനെ എടുക്കാന്ന് വെച്ചാൽ ഞാൻ അത്രത്തോളം ആയോ എന്ന് എനിക്ക് അറിഞ്ഞു. എക്സ്പീരിയൻസ് അഭിനയത്തിന് ചേട്ടൻ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ പിന്നെ സീരിയൽ. ഒരു സംവിധായകൻ്റെ ഏറ്റവും വലിയ ഇത് കഴിവെന്ന് പറയുന്നത് ഒരാളുടെ കഴിവിനെ എത്രത്തോളമാണ്. അത് പ്രത്യേകിച്ച് വളർന്നു വരുന്ന ഒരു കൊച്ചു ചെറുപ്പക്കാരനാണ് അഭിഷേക് എന്ന് പറയുന്ന ഇതിലെ നായകനായിട്ട് അഭിനയിച്ച സുധീഷ് എന്ന കഥാപാത്രം. ആ സുധീഷ് എന്ന കഥാപാത്രത്തെ വളരെ തന്മയത്തരമായി ഏതെല്ലാം രീതിയിലൊക്കെ പോകണമെന്നറിയാം. ആദ്യം പല തലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഭയങ്കര എക്സ്പീരിയൻസാണ് ഇതിൻ്റെ അഭിഷേകിനെ സംബന്ധിച്ച്. ഇതിൻ്റെ സുധീഷ് എന്ന കഥാപാത്രം ചെയ്തത് ഭയങ്കര എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ അത്രത്തോളം സ്വാതന്ത്ര്യം കൊടുത്തു. ഡയറക്ടറും കൊടുത്തു, ക്യാമറമാനും കൊടുത്തു. ഒരു പെർഫോമൻസ് സ്പേസ് ഇഷ്ടംപോലെ കൊടുത്തു. നിങ്ങൾക്ക് എന്താണ് കൂടെ ചെയ്യാൻ പറ്റുമെന്നുള്ളതും കൂടെ നോക്കിയും കണ്ടാണ് ഇതിൽ മുന്നോട്ടുള്ള ഓരോ സീനുകളും എടുത്തിരുന്നത്. അതുകൊണ്ട് അത് ഈ FGFM സംഘടന ഇനി അടുത്ത ഏതെങ്കിലും സിനിമ പ്രോജക്റ്റ് പ്ലാൻ ഉണ്ടോ? നമ്മൾ ഇനി അത് ആലോചിക്കുന്നില്ല. നമുക്ക് അതിന് അടുത്ത ഒരു പ്രോജക്റ്റ് ഇതിനേക്കാൾ കുറച്ചുകൂടെ അല്ല, ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്നുള്ളതില്ല, വേറെ ഏതെങ്കിലും ഉണ്ട്. സെക്കൻഡ് പാർട്ട് ഇതിലെടുക്കാനുള്ള ചോയ്സ് ഉണ്ട്. ഇതിന് അവസാനം ഉണ്ട്. പക്ഷേ എങ്കിലും നമ്മളിനി അടുത്ത പുതിയ ആശയങ്ങളും സന്ദേശങ്ങളുമായിട്ടുള്ള ഒരു ചുവടുവയ്പ്പിലേക്ക് വേണ്ടി ഒരു സിനിമ ഇതിനേക്കാളും കുറച്ചുകൂടെ ബഡ്ജറ്റ് കൂട്ടി എടുക്കാനുള്ള ശ്രമം. ഇത് ഇങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ഉടനെ അടുത്തൊരു പ്രോജക്റ്റിലേക്ക് ഇതിന്ന് കൂട്ടിയതും പിന്നെ ഫേസ് വാല്യൂ ഉള്ള കുറച്ച് പേരെ കൂടെ ഇതിനകത്ത് കയറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ ഇത് കൊണ്ടുള്ളൂ. അത് എല്ലാം പുതിയ ആൾക്കാരാണ്. ഇതിൽ നമ്മുടെ വേറൊരു നായികയായിട്ട് വരുന്നത് നമ്മുടെ മകളാണ് വരദ. അതിലെ സ്വന്തം മകളാണ് വരദ. അവള് ഇപ്പം BCom കഴിഞ്ഞ് MBA കഴിഞ്ഞ് അങ്ങനെ ഇനിയിപ്പോൾ SS വേണ്ടി ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, പുള്ളിക്കാരി ഇതിനൊക്കെ അഭിനയത്തോടൊക്കെ താല്പര്യമുണ്ടോ? നന്നായിട്ട് പാടാൻ കഴിവുള്ളതാണ് സൗണ്ട്. നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ നല്ല ഒരു പാട്ടുകാരിയായിട്ട് വരുന്നത്. പക്ഷേ ഇതിനൊന്നും താല്പര്യമില്ല. അതിന് പഠിക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. പിന്നെ അഭിനയിക്കാനുള്ള കഴിവ് ഉണ്ട്, അത് നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഈ സിനിമയിലൂടെ മനസ്സിലായി. നമ്മുടെ അഭിനേതാക്കളുടെ കൂടെ തന്നെ നമ്മുടെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരാളാണ് സുനിൽകുമാർ പുന്നക്കാട്. അദ്ദേഹവും വളരെയധികം നമ്മുടെ ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് നമ്മൾ എഫേർട്ട് ഇട്ട് നമ്മളെ കൂടെ നിന്നിട്ടുണ്ട്. പുള്ളി റോട്ടൻ സൊസൈറ്റി എന്ന സിനിമയുടെ നായകനാണ്. ഏകദേശം 121 അവാർഡുകൾ, ഇൻ്റർനാഷണൽ അവാർഡുകൾ ലഭിച്ച മൈസൂർ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ സുനിൽ പുന്നക്കാട് അദ്ദേഹം ഒരുപാട് എനിക്കറിയാം. നമ്മുടെ ഉപമേലൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ റോട്ടൻ സൊസൈറ്റി എന്ന സിനിമയിൽ 121ഓളം ഇൻ്റർനാഷണൽ അവാർഡുകൾ ലഭിച്ച സിനിമയ്ക്ക് കൃഷ്ണദേവ് തന്നെയാണ് ഈ സിനിമയുടെ സംവിധായകൻ. അപ്പം അവർക്ക് ഈ 121ഓളം ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ മൈസൂർ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ബെസ്റ്റ് ആക്ടറായിട്ട് തിരഞ്ഞെടുത്ത ആളാണ് സുനിൽ പുന്നക്കാട്. നല്ലൊരു ഡയറക്ടറാണ്. അതെ, അദ്ദേഹം നമ്മുടെ ഈ സിനിമയിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. വളരെയധികം നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമ്മളെ ഓരോ ആക്ടിങ് രീതിയിലായപ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് അഭിനയിച്ചിട്ടില്ല, അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്ത ആളാണ്. അപ്പം അദ്ദേഹത്തിന് ഈ അവസരത്തിൽ നന്ദി നമ്മൾ പറയും. സംവിധാനം ചെയ്തത് അതുപോലെ ഒരു പുതുമ, വേറിട്ടൊരു പുതുമ, ഒരു കണ്ടന്റ് തന്നെയാണ് ആ സിനിമയ്ക്കും. വെറൈറ്റിയാണ്. ഇതുവരെ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു തോട്ട് പ്രോസസ്സ് തന്നെയാണ് ആ സിനിമയിലും ജിഷ്ണുടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, ജിഷ്ണുവിന്റെ സിനിമകളെല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായ രീതിയാണ്. നമുക്ക് കമ്പയർ ചെയ്യാനോ അങ്ങനെ പറ്റാത്ത രീതിയിൽ വേറിട്ടൊരു ഉപമയായാലും അമാനുടെ ഭയം, പിന്നെ റോട്ടൻ സൊസൈറ്റി, ചില സാങ്കേതിക കാരണങ്ങളാണ്, സാക്ഷരദേവി, എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായ രീതിയിലാണ്. ഇപ്പൊ ഈ സ്തുതിപുരാണം വരെ എല്ലാം വേറിട്ട് നിൽക്കുന്ന തോട്ട് പ്രോസസ്സാണ്. ഇപ്പൊ നിങ്ങളിപ്പോ അഭിനയിച്ചെന്നുള്ള രീതിയിൽ നിങ്ങൾ കണ്ടാണല്ലോ, സിനിമ കണ്ടിട്ടുണ്ടല്ലോ.
അപ്പൊ ഇതിൽ ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെച്ചതെന്ന് തോന്നുന്നു ആരാണ് നിങ്ങളുടെ? നിശ്ചയിക്കേണ്ടത് കണ്ട ബാക്കിയുള്ള പക്ഷേ എനിക്കൊരു ജഡ്ജ് നായകനാണ്. നായകനെന്ന് വെച്ചാൽ ഒരുപാട് തലങ്ങൾ. നായകൻ എന്ന് പറഞ്ഞത് നായകൻ പല തലങ്ങളിലാണ്, experience ആണ്. കോമഡി ആണെങ്കിലും അല്ലാത്തയാണെങ്കിലും. അതെ അതെ എന്ത് പ്രാക്ടീസ് ആണ് ചെയ്തത് മിസ്റ്റർ അഭിഷേക്? പ്രത്യേകിച്ച് അങ്ങനെ പ്രിപ്പയർ ഒന്നും ചെയ്ത സംഭവമല്ല. ഇപ്പോൾ പാരനോർമൽ സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. നമുക്ക് എല്ലാവരും സപ്പോർട്ടും അതുപോലെ ഡയറക്ടറിൻ്റെ കറക്റ്റായിട്ട് എന്താണ് വേണ്ടതെന്ന് നമുക്ക് പറയും. എന്താണ് നമുക്ക് ആ ഒരു ഐഡിയ കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഡയറക്ടറിൻ്റെ ഏറ്റവും വലിയ കഴിവായിട്ട്. സ്ക്രിപ്റ്റിലുള്ളത് അതേപടി പകർത്തണ്ട എന്ന് ഒരിക്കലും ജിഷ്ണ പറഞ്ഞിട്ടില്ല. അതല്ലേ എനിക്കറിയാം, ഞാനും വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് പരിചയം. അതേപോലെ തന്നെ പോകണമെന്നില്ല. നമുക്ക് അതിൽ ബെറ്ററായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു ഈഗോ ഇതുമില്ലാതെ നമ്മളടുത്ത് പറയും അതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മളടുത്ത് പറയും. അതേപോലെ നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ജിഷ്ണന് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് ചെയ്യാനും നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. കൈന്നിട്ടൊക്കെ നമുക്ക് ചെയ്യാം. അതിനൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഒരു തരത്തിലുള്ള ഈഗോ ക്ലാഷോ അങ്ങനെയൊന്നും ഈ ആക്ടിങ്ങിൻ്റെ കാര്യത്തിലോ ഒന്നും വരാറില്ല. കണ്ടന്റ് ഇന്നതാണെന്ന് ഡയറക്ടർ സാർ പറഞ്ഞു തരും. ഇന്നതാണ് ഇതിൻ്റെ നിങ്ങൾക്ക് ഉള്ള ഇത്. അപ്പോൾ നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായ ശൈലിയിൽ നിങ്ങൾക്ക് അവിടെ അവതരിപ്പിക്കാം. അപ്പോൾ ആ ശൈലിയിൽ വരുമ്പോഴേ തന്നെ ഞങ്ങൾ വിചാരിച്ച കാര്യങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളണം. എന്നാൽ മാത്രം അത് ഞാൻ ഈ എഴുതി തന്നതുപോലെയല്ല പറയേണ്ടത്. നിങ്ങളുടെ ശൈലിയിൽ എന്താണ് പറയേണ്ടത് പറഞ്ഞാലും ഈ വന്നെത്തേണ്ടത് നമ്മൾ ഈ പറയുന്ന ഈ കാര്യങ്ങളിലായിരിക്കണം. അപ്പോഴതിലൊരു തെറ്റാ വന്നാലും അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് നമ്മളെ ഒരിക്കൽ തെറ്റിപ്പോയാലും രണ്ടാം പ്രാവശ്യം നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. കാര്യം പുള്ളിയുടെ മനസ്സിൽ എന്താണ് ഇരിക്കുന്നത് അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. നമ്മൾ അയ്യോ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, എല്ലാം ചെയ്തേ പറ്റൂ, ചെയ്യണം, അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയും, ഞാൻ അത് മനസ്സിലാക്കി നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന് അങ്ങനെ നമ്മളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കും. അപ്പോൾ അതെല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാര്യം ഇങ്ങനെ അങ്ങനെ ചെയ്യണതിൻ്റെ എന്ത് വേണ്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വഴക്കാച്ചൻ്റെ ഇല്ല. നിങ്ങളെ കൊണ്ട് അത് നോക്കി നിങ്ങൾ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ 2 മിനിറ്റ് അത് സ്ക്രിപ്റ്റ് നോക്കിയിട്ട് നിങ്ങളത് ചെയ്യും. നിങ്ങളെ കൊണ്ട് കഴിയുമെന്നുള്ളതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങളതിൽ പരിശ്രമിക്കുക. അങ്ങനെ നമ്മളെല്ലാം പരിശ്രമിച്ചാണ് ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്ത്. അല്ലാതെ എനിക്ക് കൂടുതൽ ഇതിലുള്ള ഒരു വലിയ അതും കൂടിയാണ് ഇതിപ്പം ഇത്രയും കുറച്ച് ദിവസങ്ങൾ നീണ്ടുപോയി എന്നാണ് പറയാം. കാരണം നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം, നമുക്ക് തരുന്ന ഇടവേള അത് കുറച്ചുകൂടെ സമയം എടുക്കേണ്ടി വന്നു. കുറച്ചുകൂടി നീണ്ടുപോകുന്നത്. ചേട്ടൻ്റെ പേര് ശൈലൻ തിമത്യൂസ്. അത് എനിക്ക് ചോദിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. തിമത്യൂസ് എന്നുള്ളതൊരു അച്ഛൻ്റെ പേരാണല്ലേ? കൺഫ്യൂഷൻ. കാര്യം ഇത് പറയാൻ ബുദ്ധിമുട്ടത്. ഞാനാണ് സംഘടന പ്രസിഡൻ്റ് ആയതുകൊണ്ട് പ്രസിഡൻ്റിൻ്റെ പേരിലാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിലെഴുതേണ്ടത് അങ്ങനെയാണ്. പിന്നെ എൻ്റെ പേര് തന്നെ എഴുതേണ്ടി വന്നത്. ഈ ശൈലൻ തിമത്യൂസ് എന്ന കലാകാരനെ ലോകം ഇതോടുകൂടി അറിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. അതെ, ഇതില് അത് നയം കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹമാണ് അതിൽ ഇത്തിരി സ്കോർ ചെയ്തത്. അപ്പൊ ഇത് ഇപ്പോ ശ്രുതിപുരാണത്തെ സിനിമ ഇതിന്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ്? ഇപ്പൊ OTT പ്ലാറ്റ്ഫോമുകളിലൂടെയും ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് യൂട്യൂബ്, അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്ന വരുമാനങ്ങൾ അതിൽ നിന്നൊക്കെ മുടക്ക് മുതലിന്റെ ലാഭം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടോ? എല്ലാവരും സഹകരിച്ചാലേ എല്ലാവരും കണ്ടാലേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കിട്ടുള്ളൂ. ഇത്ര കിട്ടും എന്ന് നമുക്ക് നേരത്തെ പറയാൻ പറ്റില്ല. അതെ, കാര്യം എല്ലാം പുതുമുഖങ്ങളല്ലേ. അതെ പുതുമുഖങ്ങളാകുമ്പോഴേ ആൾക്കാർ OTT ഇട്ടിരുന്നാലും പെട്ടെന്ന് കാണാനായിട്ട് ഒരു വിപണന സാധ്യത വേണമെങ്കിൽ കുറച്ച് ഫേസ് വാല്യൂ ഉള്ള ഒരാൾ വേണമല്ലോ, മാർക്കറ്റ് വാല്യൂ ഉള്ള ആരെങ്കിലും വേണം. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ വരുള്ളൂ എന്ന് നമുക്ക് അറിയാം. എന്ന് പറഞ്ഞാലും നമ്മളെല്ലാം സംവിധാനം നല്ല രീതിയിൽ നമ്മളുടെ ഇത് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു പ്രതീക്ഷയുണ്ട്. കാര്യം എല്ലാ രീതിയിലും പോകുന്നു. പുള്ളി എല്ലാ തലങ്ങളിലും അതുകൊണ്ട് പല രീതിയിലായിരുന്നാലും OTT ആയിരുന്നാലും അല്ലാതെ മറ്റേ സോഷ്യൽ മീഡിയയിലായിരുന്നാലും എല്ലാത്തിലും നല്ല ഇതിൽ പുള്ളിക്ക് എല്ലാവരുമായിട്ട് ബന്ധങ്ങളുള്ളതുകൊണ്ട് ആ രീതിയിലൊക്കെ ഇത് പോയി കുറച്ച് ഇത് കിട്ടും എന്നുള്ള നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. അതെ. പിന്നെ ഈ ജനങ്ങൾ എല്ലാവരുടെയും എല്ലാവരുടെയും പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും ഇതിനെ കണ്ട് എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം എന്ന് വെച്ചാലേ നമുക്കും ഇതുകൊണ്ടുള്ള അത് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളത്, ഈ സിനിമയെ നല്ല രീതിയിൽ നിങ്ങൾ അത് നമ്മൾ ഈ പറയുന്നത് കേട്ട് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഈ സിനിമ കാണുക. ഈ സിനിമ കണ്ടിട്ട് മറ്റുള്ളവർക്കും കൂടി നിങ്ങളത് കാണാൻ വേണ്ടിയുള്ള ഒരു പ്രോത്സാഹനം കൊടുക്കുക. കണ്ട് നമ്മളെ ഇതിൽ അഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങളെയും
അവരെ ഉയരങ്ങളിലെത്തട്ടെ എന്ന് നിങ്ങളുടെ പ്രാർത്ഥന നമുക്ക് ഉണ്ടാവണം എന്നൊക്കെ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും സിനിമ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് കുറച്ച് പേരെ കൂടെ കാണണം. കാര്യം ഇപ്പൊ ഒരുപാട് സിനിമകൾ വരുന്നുണ്ടല്ലോ, തിയേറ്ററിലായാലും OTT-ലായാലും ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ജനങ്ങളിപ്പോ ഏത് കാണണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. അപ്പൊ അതിനിടയിൽ എന്തെങ്കിലും ഇത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ജനങ്ങൾ കാണട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. ഒപ്പം ഇനിയും ഈ ഒരു സംഘടനയിൽ നിന്നും നിരവധി നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്നും ആഗ്രഹിക്കുകയും ചെയ്തു.